ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 തജ്വീദുൽ ഖുർആൻ 4ാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് എക്സാമിലേക്ക് മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. പ്ലേലിസ്റ്റ് ലിങ്ക് എടുക്കാൻ അറിയാത്തവർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അവർക്ക് ലിങ്കുകളൊക്കെ അയച്ചുതരാം. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ശ്വാസം വിടാതെ അല്പം അടങ്ങണം സൂചിപ്പിക്കുന്നു. ശ്വാസം വിടാതെ അല്പം അടങ്ങണം സൂചിപ്പിക്കുന്നത് സക്കത്തയാണ്. സക്കത്തയെ സൂചിപ്പിക്കാനാണ് സീനിടും ഖുർആനിൽ. ശ്വാസം വിടാതെ അല്പം അടങ്ങൽ സക്കത്തയാണ്. സക്കത്തയെ സൂചിപ്പിക്കാൻ സീനാണ് ഖുർആനിൽ ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് 2 ഹർക്കത്തിൻ്റെ കതിർ നീട്ടി വഖഫ് ചെയ്യണം. 2 ഹർക്കത്തിൻ്റെ കതിർ നീട്ടി വഖഫ് ചെയ്യാൻ അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുന്നത് സവാഅൻ എന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായത്. അത് അസ്ലിയായ സവാഅൻ എന്നത് എന്താണ്? സവാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വഖഫ് ചെയ്യുക. അതായത് ഹംസക്ക് മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതൂല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സവാ എന്നാണ് നമ്മൾ വഖഫ് ചെയ്യുക. അതിപ്പോൾ മനസ്സിലാക്കുക. അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യുക. ഫതഹ് തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യുക. അടുത്ത എന്താണ്? നുസിബത്ത് എന്നതിലുള്ള ഏതാണ്? മജ്റൂറയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. മജ്റൂറ. താവുകൾ 2 വിധം. മജ്റൂറ, മർബൂത്ത, ഇനീസ് എന്നും മറ്റൊരു പേരുണ്ട് അതിന്, മർബൂത്തക്ക്. അപ്പോൾ അതാണ് ഇനീസ്. അടുത്തത് മദ്ദുൽ ആരിലിന് ഉദാഹരണം. മദ്ദുൽ ആരിലിന് ഉദാഹരണം എന്ത്? തജ്രിയാൻ എന്നതാണ് മദ്ദുൽ ആരിലിന് ഉദാഹരണം. ആരിൽ വഖഫിൻ്റെ കാരണം സുക്കൂന് വന്ന്, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്ന്, ആരിലായ സുക്കൂന് ഉണ്ടാകുന്നു. അതാണ് മദ്ദുൽ ആരിൽ. അടുത്തതാ ഖുർആനിലുള്ള ഹുറൂഫുൽ മുഖത്ത. ഖുർആനിലുള്ള ഹുറൂഫുൽ മുഖത്ത 29 സൂറത്തുകളിലായിട്ട് 14 ഹർഫുകളാണ്. 14 ഹർഫുകളാണ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. ഖുർആനിലുള്ള ഹുറൂഫുൽ മുഖത്ത 14. എത്ര സൂറത്തുകളിലാണ് ഹുറൂഫുൽ മുഖത്ത വന്നതെന്ന് വെച്ചാൽ 29 സൂറത്തുകളിൽ. അടുത്തത് എന്താണ്? 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമുള്ളത്. 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമുള്ളത് മദ്ദുൽ ലാസിമാണ്. മദ്ദുൽ ലാസിമാണ് 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധം. ആരിൽ 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. 3 അലിഫിൻ്റെ കതിർ, അതായത് 6 ഹർക്കത്ത് വരെ നീട്ടലാണ് നല്ലത് എന്നാണ് മദ്ദുൽ ആരിൽ. മദ്ദുൽ ലീന് 3 അലിഫിൻ്റെ കതിർ നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കതിറായിട്ട് ചുരുക്കലാണ് നല്ലത്. അപ്പോൾ നിർബന്ധമുള്ളത് ലാസിമാണ്. മനസ്സിലാക്കട്ടോ. അടുത്ത ചേരുംപടി ചേർക്കാമെന്നത് എന്താണ്? ലഅല്ലഹും യതഫക്കറൂൻ. അപ്പോൾ ഇവിടെ വഖഫ് കാരണം സുക്കൂന് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു, ആരിലായ സുക്കൂന് വന്നു. മനസ്സിലാക്കുക. അപ്പോൾ മദ്ദുൽ ആരിൽ. അപ്പോൾ അതിൻ്റെ സി നമുക്ക് എഴുതാം, മദ്ദുൽ ആരിൽ. അടുത്തതോ വആമനഹും മിൻ ഖൗഫ്. വആമനഹും മിൻ ഖൗഫ് എന്താണ്? ലീനക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു. ഫതഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവും യാവും ആണ് ലീനക്ഷരം നമ്മൾ പഠിച്ചു. അപ്പോൾ ലീനക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു, വഖഫ് കാരണം. ലീനക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നു, ഇവിടെ വഖഫ് കാരണം സുക്കൂന് വരുന്നു. അപ്പം എന്താണ്? മദ്ദുല്ലീൻ എന്ന ഓപ്ഷൻ ഇ എഴുതാം. അടുത്തതാ ഫലമ്മാ ഫുലത്ത് എന്താണ്? മദ്ദുൽ മുൻഫസിൽ. ഫലമ്മാ അടുത്ത കലിമത്തിൽ ആദ്യക്ഷരമായ ഹംസ വന്നു, മദ്ദുൽ മുൻഫസിൽ. ഫലമ്മാ എന്നതിൽ മീമന മദ്ദക്ഷരം, അടുത്ത കലിമത്തിൻ്റെ ആദ്യക്ഷരമായ ഹംസയും മദ്ദുൽ മുൻഫസിൽ. അപ്പം അതിൻ്റെ ഡി എഴുതാം. വസ്സാഫാത്തി മദ്ദക്ഷരത്തിന് ശേഷം ശബ്ദമുള്ള ഒരക്ഷരം. അതെന്താണ്? സുക്കൂനുള്ള ഒരക്ഷരം. അവിടെ സ്ഥിരമായി സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? വസ്സാഫാത്തി എന്താണ്? ലാസിം കലിമി. ലാസിമാണ് കലിമത്തിൽ വന്നതുകൊണ്ട് ലാസിം കലിമി. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. അടുത്തതാ റിഹ്ലത്തശ്ശിതാഇ. മദ്ദക്ഷരം ഹംസയും ഒരേ കലിമത്തിൽ വന്നിട്ടുണ്ട്, താഇ. അപ്പോൾ അവിടെ മദ്ദുൽ മുത്തസിൽ. അപ്പോൾ അതിൻ്റെ എഴുതാം. അപ്പോൾ അതുപോലെ ഉദാഹരണങ്ങൾ നമുക്ക് വേറെ തരാം. ഇത് തന്നെയാണ് ഓപ്ഷൻ വരിക. അപ്പോൾ അതിന് എങ്ങനെയാണ് മദ് വന്നത് എന്ന്, മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂന്, ലീനക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നത്, മദ്ദക്ഷരം ഹംസയും അടുത്തടുത്ത പദങ്ങളിൽ വന്ന്, ഇവിടെ കലിമത്തിൽ സുക്കൂന് വന്നു മദ്ദക്ഷരത്തിന് ശേഷം, പിന്നെ ഹംസയും
മദ്ദും ഒരേ കലിമത്തിൽ വന്നു. അതൊക്കെ മനസ്സിലാക്കാം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. ചേർത്ത് ഓതുമ്പോഴും ഡാഷ് ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. സ്ഥിരമായ സുക്കൂൻ എന്താണ്? ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും വരാം. എന്താണ് സ്ഥിരമായ സുക്കൂന്? എന്താണ് സ്ഥിരമായ സുക്കൂന്? ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. നമ്മൾ എന്താണ് ഇത് പഠിച്ചിട്ടുണ്ട്, ആരിലായ സുക്കൂന്. എന്താണ് ആരിലായ സുക്കൂന്? അത് മനസ്സിലാക്കി വെക്കണതിന് കൂടെ. എന്താണ് ആരിലായ സുക്കൂൻ എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നതിനാണ് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നതിനാണ്, പുതുതായി ഉണ്ടാകുന്ന സുക്കൂനിനാണ് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നത്. അപ്പോൾ മദ്ദുൽ ആരിലിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. സ്ഥിരമായ സുക്കൂനും ആരിലായ സുക്കൂനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിച്ചാൽ രണ്ടും എഴുതി വെക്കുക കേട്ടോ. അടുത്തെന്താണ്? കാഫ് ഹയ ഐൻ സോദ്. ഇതിൽ ഡേഷ് സ്ഥലങ്ങളിൽ മദ്ദുൽ ലാസിം ഉണ്ട്. ലേഷ് സ്ഥലങ്ങളിൽ മദ്ദുൽ ലാസിം. എവിടെയൊക്കെയാണ് മുകളിൽ ഈ മദ് വരുന്നത്? ലാസിമായ മദ് 3 സ്ഥലങ്ങളിലാണ്. 3 സ്ഥലങ്ങളിലാണ് ലാസിമായ മദ് വരുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നു. അപ്പോൾ അവിടെ കാഫ് എന്ന് പറയുമ്പം അവിടെ സുക്കൂന് വരുന്നു. അതുപോലെ ഹയ ഐൻ എന്ന് പറയുന്നിടത്ത്, സ്വാദ് എന്ന് പറയുന്നിടത്ത് അങ്ങനെയൊക്കെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നുണ്ട്. അതാണ് ലാസിം. അടുത്തതാ ഖുർആനിൽ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഹുറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്നത്. 29 14 ഹർഫുകളാണ് അതിന് ഉള്ളത്. എന്തായിരുന്നു ഹുറൂഫുൽ മുഖത്ത? സൂറത്തുകളുടെ തുടക്കത്തിൽ അക്ഷരങ്ങളുടെ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി പഠിക്കുക. അപ്പം അത് 29 സൂറത്തുകളിലാണ്. അടുത്തതാ മദ്ദുൽ ആരിൽ ഡാഷ് കതിർ വരെ നീട്ടലാണ് നല്ലത്. ഡാഷിൻ്റെ കതിർ നീട്ടലാണ് നല്ലത്. 3 അലിഫിൻ്റെ കതിർ നീട്ടലാണ് മദ്ദുൽ ആരിൽ നല്ലത്. ലാസിമ് നിർബന്ധാണ്, ആരിൽ നീട്ടലാണ് നല്ലത് കേട്ടോ. അടുത്തത് താ മർബൂത്തക്ക് ഡാഷ് എന്ന് പേരിട്ട് എന്തായിരുന്നു? ഹ ഉത്ത് അനീസ്. താ മർബൂത്തക്ക് ഹ ഉത്ത് അനീസ് എന്നും പേരുണ്ട്. അടുത്തത് അഫൂറ എന്നതിൽ മദ് കൊടുത്താണ് വഖഫ് ചെയ്യേണ്ടത്. എന്താണ്? ഫതഹ് തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും എന്താണ്? അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. അഫൂറ. അപ്പോൾ അസ്ലിയായ മദ് കൊടുത്താണ് വഖഫ് ചെയ്യേണ്ടത്. അസ്ലിയായ എന്ന് എഴുതാം. അടുത്ത ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? മദ്ദുല്ലീൻ എത്ര അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്? 3 അലിഫിൻ്റെ കതിർ നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. അടുത്തതാണ് ലിനഫ്സി എന്നതിൽ ഏത് മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്? ലിനഫ്സി എന്നതിൽ ഏത് മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്? ഇവിടെ മദ്ദക്ഷരമായ യാ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? അസ്ലിയായ മദ്ദിലാണ്. അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യുന്നത്. മദ്ദുൽ അസ്ലി. മദ്ദക്ഷരമായ ലിനഫ്സി എന്ന് നമ്മൾ അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യണം. അടുത്തത് അലിമത്ത്. അലിമത്ത് എന്നതിലുള്ള താഇൻ്റെ പേരെന്ത്? ഈ താഇനെന്താണ്? താ മജ്റൂറ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, താ മജ്റൂറ. അതുപോലെ മറ്റേ മർബൂത്തയുടെ താ തന്നിട്ട് ഇത് താഇൻ്റെ പേരെന്തെന്ന് വെച്ചാൽ മർബൂത്ത ഹൗത്ത് അനീസ്. മനസ്സിലാക്കട്ടാ. അടുത്തത് ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ സക്കത്ത് ഉണ്ട്? ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ മാത്രമാണ് സക്കത്തയുള്ളത്. അത് സൂറത്തിൻ്റെ പേരും ഏത് ആയത്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് വെക്കണം. ഇത് സക്കത്ത വന്ന ആയത്ത് ഏത് സൂറത്തിലേതാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ആ രീതിയിലൊക്കെ ആ പാഠം നന്നായി മനസ്സിലാക്കണം. ഇനി പഠിക്കുന്നവരൊക്കെ ഉപകാരപ്പെടുത്തണം കേട്ടോ. ഈ ചോദ്യ പേപ്പർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തജ്വീദ് പാഠഭാഗം മുഴുവനും മനസ്സിലാക്കാം അടുത്ത എക്സാമിലേക്ക്. അടുത്ത എന്താണ്? ഖാഫ്. ഖാഫ് എന്താണ്? ലാസിം ഹർഫി. ഹർഫിൽ മദ് വന്നതല്ലേ? ഇത് ഉച്ചാരണത്തിൽ എത്ര അക്ഷരം ഉണ്ടാകുന്നതാണ്? അപ്പം എന്താണ്? ഖാഫ് എന്ന കാഫിനെ നീട്ടാൻ അലിഫും ഫാഉം. ഖാഫ്. അപ്പോൾ 3 അക്ഷരം ഉണ്ടാവും. അതുപോലെ നൂൻ, യാസീൻ ഇതൊക്കെ എത്ര അക്ഷരം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വരാം. അടുത്തതാ അല്ലമൽ ഖുർആൻ. ഇതിലുള്ള മദ് ഏത്? ഖുർആൻ. വഖഫ് കാരണം എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നു. ആരിലായ സുക്കൂന് വന്നു. അപ്പോൾ അവിടെ മദ്ദുൽ ആരിൽ. ഇങ്ങനെ മദ് ലീനും ലീനക്ഷരത്തിന് ശേഷമാണ് സുക്കൂന് വരുന്നതെങ്കിൽ മദ് ലീന്
ഇവിടെ വഖഫ് കാരണം ആരിലായ സുക്കൂന് വരുന്നു, അപ്പം മദ്ദുൽ ആരിൽ. അപ്പം അത് മനസ്സിലാക്കണം, ചോദ്യം മാറി വരാം. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ് മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? മദ്ദുൽ ലാസിം എന്നാൽ എന്താണ്? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. അടുത്തതാ മദ്ദുൽ മുതത്തരിക്ക്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മദ്ദുൽ മുതത്തരിക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? മദ്ദുൽ മുതത്തരിക്ക് അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുന്നതാണ് മദ്ദുൽ മുതത്തരിക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. മദ്ദുൽ മുതത്തരിക്കിൽ വഖഫ് ചെയ്യുമ്പോൾ അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരരുത്. വല്ലാതെ നീളുന്നതും ഒഴിവാക്കണം. അവിടെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അവിടെ അത് പഠിക്കുക. എന്താണ്? അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരരുത്. വല്ലാതെ നീളുന്നതും ഒഴിവാക്കണം. അതാണ് മദ്ദുൽ മുതത്തരിക്ക് ശ്രദ്ധിക്കേണ്ടത്. അടുത്തതാ മദ്ദുൽ ലീൻ എന്നാൽ എന്ത്? മദ്ദുൽ ലീൻ എന്താണ്? ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ്. ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. ഇനി മദ്ദുൽ ആരിൽ, നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ ലീനും ലാസിമും ആരിലും ആണ് പഠിക്കുന്നത്. അതിൽ ഹർഫിയും കലിമിയും ലാസിമിൽ. അപ്പോൾ അതൊക്കെ അത് എന്താ ചോദ്യമായിട്ട് വരാം. ലാസിം ഹർഫി എന്നാലെന്ത്, ലാസിം കലിമി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. കലിമത്തിൽ വരുന്നതിന് ലാസിം കലിമി എന്നും ഹർഫിൽ വരുന്ന മദ്ദിന് ലാസിം ഹർഫി എന്നും. അത്രയും ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താണ് മദ്ദുൽ ആരിൽ എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂന് വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ് മദ്ദുൽ ആരിൽ. അടുത്തത് ഹാഉ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്തെല്ലാം? ഹാഉ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ത്? ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. ഹാഉ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. ഇതാണ് ഹാഉ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഹാ ആയിട്ട് വഖഫ് ചെയ്യണം, മനസ്സിലാക്കുക. ഈ ഹാഉ തഅനീസിൽ ചേർത്തി ഓതുകയാണെങ്കിൽ എങ്ങനെയാണ്? താഇൻ്റെ ഹർക്കത്ത് നൽകി മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അങ്ങനെയാണ് ചേർത്തി ഓതുമ്പോൾ. അൽ ഖാരിയത്തു മൽ ഖാരിയ എന്നൊക്കെ ഉള്ള ഉദാഹരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അടുത്തതിന് അൽ ഹുറൂഫുൽ മുഖത്തയിൽ നിന്ന് 8 എഴുതുക. ഹുറൂഫുൽ മുഖത്ത 14 അക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞ് അതിന് 8 എഴുതാനാണ്. അപ്പോൾ ഇവിടെ നൂന്, സോദ്, ഹ, കാഫ്, മീമ്, ലാമ്, ഹ, സീനി, യാ, അങ്ങനെ നമുക്ക് 8 അക്ഷരങ്ങൾ എഴുതാം, മനസ്സിലാക്കുക. അടുത്തതാ ലീനക്ഷരം എന്ന് പറയുന്ന എന്തിന്? ലീനക്ഷരം എന്ന് പറയുന്നത് എന്തിനാണ്? ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും യാഇനുമാണ്. ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും യാഇനുമാണ് ലീനക്ഷരം എന്ന് പറയുന്നത്. ഇനി 5 വരി കുറയാതെ ഉപന്യസിക്കാൻ എന്താണ്? വഖഫ് അലാ മുനവ്വൻ. ഫതഹ തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. ഉദാഹരണം അഫൂറ. പിന്നെ സവാ അൻ മാ അം പോലെ ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. 2 ഹർക്കത്തിൻ്റെ കതിർ നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. നമ്മൾ വഖഫ് അലാ മുനവ്വൻ എന്നുള്ള പാഠം മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഇതുപോലെ ഹാഉ തഅനീസ്, താഉ മർബൂത്തയെ കുറിച്ചിട്ട്, താഉ മജ്റൂറ വൽ മർബൂത്ത, ഇതുപോലെ 5 വരി കുറയാതെ എഴുതാൻ വരാം. വഖഫ് അലാ മുനവ്വൻ അതിലും നിന്നും 5 വരി കുറയാതെ എഴുതാൻ വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കണം ഓരോ പാഠത്തെക്കുറിച്ചിട്ടും. അൽ മദ്ദുൽ മുതത്തരിഫ് അതൊക്കെ ഓരോ പാഠത്തെക്കുറിച്ചിട്ടും 5 വരി കുറയാതെ എഴുതാൻ വരും. അപ്പോൾ മദ്ദുൽ ലാസിമും ലീനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ആ പാഠത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇത്രയാണ് ഈ തജ്വീദിൻ്റെ ചോദ്യപേപ്പറിൽ വന്നത്. നമുക്ക് അടുത്ത തജ്വീദിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് 2026-ൻ്റെത്. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഇൻഷാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പഠിച്ചതൊക്കെ അനുസരിച്ച് നന്നായിട്ട് എക്സാം എഴുതാനൊക്കെ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.